ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അടിമാലി സർക്കാർ സ്കൂളിൽ വെച്ച് തണലേകാൻ ഒരു ചായ എന്ന വ്യത്യസ്ത ആശയത്തിലൂടെ സാധുക്കൾക്ക് ആശ്രയമാകുന്ന പരിപാടി സംഘടിപ്പിച്ചു. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, വീൽ ചെയറിലിരുന്ന് സംഗീത പരിപാടി, കിഡ്നി എക്സിബിഷൻ, ജലച്ചായ ചിത്ര പ്രദർശനം, നൃത്തസന്ധ്യ എന്നിവയും സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് കിടപ്പുരോഗികൾക്കുൾപ്പെടെ അശരണർക്ക് ആശ്രയമാകുന്ന പ്രസ്ഥാനമാണ് ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ്. ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തണലേകാനൊരു ചായ എന്ന വ്യത്യസ്ത ആശയത്തിലൂടെ സാധുക്കൾക്ക് ആശ്രയമാകുന്ന പരിപാടി അടിമാലി സർക്കാർ സ്കൂളിൽ വെച്ച് നടത്തി. ട്രസ്റ്റിന്റെ തണലെന്ന പദ്ധതിയിലൂടെ അടിമാലിയിൽ ഉൾപ്പെടെ ജില്ലയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് വീടുകളിൽ നേരിട്ട് ആശ്രയമാകുന്നത്. ജീവിതം കൊണ്ടൊരു ചായപ്പയറ്റെന്ന പേരിലാണ് സ്കൂൾ ഗ്രൗണ്ടിൽ സുമനസ്സുകൾ ഒത്തുകൂടിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആതുര ശുശ്രൂഷ ലഭിക്കാതെ ഒട്ടനവധി കുടുംബങ്ങൾ വേദനയിലും കണ്ണീരിലും ദുഃഖത്തിലും നിരാശയിലും കഴിയുമ്പോൾ അവരെ ചേർത്ത് നിർത്തുവാൻ, അവരോടൊപ്പം നിൽക്കുവാൻ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുവാൻ ഞങ്ങൾ ടീം തണൽ ഒരുക്കുന്ന ഏറ്റവും വലിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ 2025 ഫെബ്രുവരി 23 ഈ ദിവസം ഒരു പുതിയ തുടക്കം അടിമാലിയുടെ ഈ ഹൈറേഞ്ചിൻ്റെ മേഖലയിലുള്ള എല്ലാ സമസ്ത ജനവിഭാഗങ്ങളെയും കൂട്ടി ചേർത്ത് പിടിച്ചുകൊണ്ട് തണലൊരുക്കുന്ന വൃക്കയ്ക്കൊരു തണലെന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. വീൽ ചെയറിലിരുന്ന് സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു. പ്രശസ്തരായ അരുൺ, ബൈജു ടീമിനൊപ്പം പ്രാദേശിക കലാകാരന്മാർ അണിനിരന്ന സംഗീത വിരുന്ന് നടന്നു. കൂടാതെ പ്രകൃതി ഹരികുമാറിന്റെ ജലച്ചായ ചിത്രപ്രദർശനം, നൃത്തസന്ധ്യ, കിഡ്നി എക്സിബിഷൻ എന്നിവയും പരിപാടിക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, അടിമാലി.